ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ്. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നതും അതേപോലെ ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ചില ബുക്കുകളിൽ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് കാണാം, ചിലത് നിങ്ങൾക്ക് ഈഫ് ക്ലോസ് എന്ന് കാണാം. +2 പ്രിലിമിനറി അതേപോലെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ് അല്ലേ. എല്ലാ PSC എക്സാമിലും ഒരു മാർക്കിന് എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്? ഈഫ് ക്ലോസിൽ നിന്നും അല്ലെങ്കിൽ ടെൻസസ് ഇൻ കണ്ടീഷൻ സെൻറ്റൻസിൽ നിന്ന് ചോദിക്കാറുണ്ട്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിയായി എന്ത് ചെയ്യാം, ഒരു മാർക്ക് എവിടെ സ്കോർ ചെയ്യാം? ഈഫ് ക്ലോസിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നീ പാസ്സാകുമെന്നാണ് അല്ലേ. നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ അല്ലേ, ഒരു പ്രവൃത്തി നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കും? പാസ്സാവുക എന്നത് എന്താണ്? അതിന് തുടർച്ചയായിട്ട് നടന്നിരിക്കും. അതാണ് എന്ത്